മലമ്പാമ്പിനൊപ്പം ലഭിച്ച മുട്ടകൾ വീട്ടിൽ വിരിയിച്ച് പാമ്പ് പിടുത്ത വിദഗ്ധൻ. പട്ടണക്കാട് പാറയിൽ കുര്യൻചിറ തമ്പിയാണ് വീട്ടിൽ മലമ്പാമ്പിനെ അടയിരുത്തി 10 കുഞ്ഞുങ്ങളെ വിരിയിച്ചത്. മകൻ ശ്രീജിത്തും പാമ്പുകളുടെ പരിചരണത്തിന് അച്ഛനെ സഹായിക്കുന്നുണ്ട്. ഒരു മാസം മുൻപ് വീടിന് സമീപത്തെ ഒരു പുരയിടത്തിൽ മണ്ണ് JCB ഉപയോഗിച്ച് മാറ്റുന്നതിനിടെയാണ് മലമ്പാമ്പിനെ തമ്പി പിടികൂടിയത്. പാമ്പിനൊപ്പം 40 മുട്ടകളും പാമ്പിന്റെ സമീപത്ത് നിന്ന് ലഭിച്ചു. മലമ്പാമ്പിനെ കാട്ടിൽ വിടാനായിരുന്നു തമ്പി ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അനക്കം തട്ടിയ മുട്ട ഇനി കേടാകും, അത് വിരിയില്ല എന്ന് മനസ്സിലാക്കിയാണ് തമ്പിയും മകൻ ശ്രീജിത്തും ചേർന്ന് പാമ്പിനെയും മുട്ടകളെയും വീട്ടിലെത്തിച്ചത്. വീട്ടിൽ പാമ്പിന് അടയിരുന്ന് മുട്ട വിരിയിക്കാൻ പ്രത്യേക സൗകര്യമൊരുക്കി. കഴിഞ്ഞ ദിവസമാണ് മുട്ടകൾ ഓരോന്നായി വിരിഞ്ഞു തുടങ്ങിയത്. മകൻ ശ്രീജിത്ത് മുട്ട വിരിഞ്ഞു വരുന്ന പാമ്പുകൾക്ക് വേണ്ട പരിചരണവും നൽകും. ബാക്കിയുള്ള മുട്ടകളും ഉടനെ വിരിയുമെന്നാണ് തമ്പിയുടെ പ്രതീക്ഷ. ഏകദേശം ഒരു 10-15 പാമ്പോളം ഇപ്പം ഉണ്ട്. ഇപ്പോൾ വിരിഞ്ഞതും അല്ലാത്തതും ആയ ഫ്രഷായിട്ടുള്ള പാമ്പും അല്ലാതെ പഴയ നല്ല പ്രായമുള്ള പാമ്പ് 10-40 കിലോ വരുന്ന പാമ്പുകൾ വരും പാമ്പ് ഉണ്ട്. ഏകദേശം ഒരു 600 മേലിൽ പാമ്പ് ഇപ്പോൾ അവരുടെ കണക്ക് പ്രകാരം ഈ ഫോറസ്റ്റുകാർ എഴുതിക്കൊണ്ട് പോകുന്നുണ്ട്. ഓരോ ആഴ്ചയിലും കൊണ്ടുപോകുന്ന പാമ്പിൻ്റെ എണ്ണം, അതിൻ്റെ ഇനം എല്ലാം എഴുതുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഉച്ചയ്ക്ക് തമ്പിയുടെ വീട്ടിലെത്തി പാമ്പിൻ കുഞ്ഞുങ്ങളെ കാട്ടിൽ വിടാനായി കൊണ്ടുപോയി. വനം വകുപ്പിന്റെ അനുവാദത്തോടെ വലിയ പാമ്പിനെ തമ്പി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുറവൂർ ജംഗ്ഷനിൽ തയ്യൽക്കട നടത്തുന്ന തമ്പി ഇതിനകം ചേർത്തല താലൂക്കിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് നിരവധി പാമ്പുകളെയാണ് പിടികൂടി വനം വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. പാമ്പ് പിടുത്തത്തിൽ വനം വകുപ്പിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് തമ്പിയും മകൻ ശ്രീജിത്തും. 24 ആലപ്പുഴ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.